ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനും അമ്മയും കൂടി ഇന്ന് അമ്പലത്തിലേക്ക് പോവാണ്. ഇന്ന് അമ്പലത്തിൽ തൃപ്പൂത്ത് ആറാട്ടാണ്. നമ്മൾ അടുത്താട്ടോ അമ്പലം വരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്നോട് രാവിലെ അങ്ങോട്ട് പോകണം. നമുക്ക് 1-2 വഴിപാടും കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ലൊരു സൺറൈസ് കാണാൻ പറ്റി. സൂര്യൻ ഇങ്ങനെ നല്ല ഗോളം പോലെ ഇരിപ്പുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത് കണ്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ജംഗ്ഷൻ വരെ നടന്നാട്ടോ പോകുന്നത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് ബസ് കിട്ടും. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിപ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്ക് കുറേ നേരം നോക്കി നിന്നിട്ടും ബസ്സൊന്നും വന്നില്ല. ഇതിനിടയ്ക്കൊക്കെ ഞാൻ ആ സൺറൈസിൻ്റെ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അവിടെ രാവിലത്തെ ആ ഒരു പ്രഭാതം കാണാൻ വേണ്ടിയിട്ട്. നേരം ബസ്സൊന്നും വരാണ്ടായപ്പോൾ പിന്നെ ഞാനും അമ്മയും കൂടെ ഓട്ടോയിൽ കയറി നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ ഇതിലാട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്. അതായത് നമ്മൾ ഒരുപാട് നേരം എടുക്കും അമ്പലത്തിൽ നിന്ന് വരാൻ. കാരണം തൃപ്പൂത്തായതുകൊണ്ട് നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ദേവി വന്ന് വലം വെച്ച് ക്ഷേത്രത്തിനുള്ളിൽ കയറണം. അപ്പം നമ്മൾ അതുവരെ അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, താലമൊക്കെ ആയിട്ട്. അതിൻ്റെ ഉള്ളിൽ കയറാൻ പോലും പറ്റാത്ത വിധത്തിൽ നല്ല രീതിക്ക് ആളുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ തോന്നിയ ഡൗട്ട് എന്താണ് തൃപ്പൂത്ത് ആറാട്ട് എന്നുള്ളത്. ഇത് നമ്മുടെ അമ്പലത്തിന്റെ പേര് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എന്നാണ്, അഥവാ ദക്ഷിണ കൈലാസം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ദേവി തൃപ്പൂത്തം, അതായത് ആർത്തവം ആഘോഷമാക്കുന്ന അമ്പലമാണിത്. ഇപ്പം ദേവിയുടെ ആർത്തവ സമയത്ത് ദേവിയെ നടയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുത്തും. അതിനുശേഷം ആർത്തവം കഴിയുമ്പോഴത്തേക്ക് ദേവിയെ കുളക്കടവിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് തിരിച്ച് നടയിലേക്ക് ഇരുത്താൻ വേണ്ടി വരും. അതാണ് തൃപ്പൂത്ത് ആറാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എഴുന്നള്ളത്താണ്. 4 പ്രദക്ഷിണം ഇവർ വെക്കും. അതിനുശേഷം ഉള്ളിലേക്ക് പ്രതിഷ്ഠ വെക്കും. ഞാനും അമ്മയും കൂടെ വെയിലൊന്നും കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങോട്ടൊന്ന് മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് റെസിപ്റ്റ് ഒന്നും എഴുതാൻ പറ്റിയില്ല. വഴിപാടിൻ്റെ വിചാരിച്ചത് ഉള്ളിൽ തന്നെയാണ് റെസിപ്റ്റ് എഴുതുന്നതെന്നാണ്. പക്ഷേ ഇന്നിത് ആറാട്ടായതുകൊണ്ട് അവർ പുറത്തിരുന്ന റെസിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു എവിടെ ഇരുന്നാണ് റെസിപ്റ്റ് എഴുതുന്നതെന്ന്. അങ്ങനെ റെസിപ്റ്റൊക്കെ എഴുതി അതും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. കാരണം ഈ എഴുന്നള്ളത്ത് കഴിഞ്ഞ് ശിവന് അകത്ത് കയറ്റിയാൽ മാത്രമേ അവർ നട തുറക്കുള്ളൂ. എന്നാലേ നമുക്ക് അവിടെ പൂജ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. 4 പ്രദക്ഷിണവും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് 4ഉം നിങ്ങൾക്ക് എണ്ണി എടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് അവിടെ കുറച്ച് നേരം ഞാൻ എന്ത് ചെയ്ത് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അവിടെ നിൽക്കുന്ന തിരുമേനിമാർ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക ശീവേലയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ അമ്മയോട് പറയായിരുന്നു കേട്ടോ. ഇത്ര തിരക്കിനിടയ്ക്ക് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളത് എങ്ങനെ സംസാരിക്കായിരുന്നു അമ്മയോട്. അങ്ങനെ നമ്മളൊരു വിധത്തിൽ പുറത്തേക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവിടെ താഴത്തിനൊക്കെ ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവി വരുമ്പോഴത്തേക്ക് ഭഗവാൻ എന്ത് ചെയ്യും, ദേവീനെ അമ്പലത്തിനിട്ട് പ്രതിഷ്ഠ വെച്ച് ദേവി നടയിലുള്ളിലേക്ക് കയറ്റും. അതാണ് ഇനിയിപ്പോൾ ഉള്ള പരിപാടി. അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തൃപ്പൂത്ത് ആറാട്ട് തീരും. ഭഗവാന്റെ പ്രതിഷ്ഠ ഏൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആന എങ്ങനെ എന്താ പറയുക നെറ്റിപ്പട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത് വെയിലത്ത്. ഒരു സൈഡിലൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം ഇതൊക്കെ കാണാൻ വേണ്ടി. പക്ഷെ മറു സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് ആന അത്രയും വെയിൽ കൊള്ളുകയാണ്. മനുഷ്യന്മാരായിട്ട് തന്നെ അത്രയും വെയിൽ പോലും നമുക്ക് കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം അതുങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ ഇതൊക്കെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് ഓർത്ത് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ദേവി എഴുന്നള്ളിട്ടുണ്ട്. അപ്പം ചെണ്ടമേളവും കൊട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളം. ഇത് കേൾപ്പിച്ചു തരാട്ടോ നിങ്ങൾക്ക്. ആദ്യമായിട്ടാട്ടോ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇത്ര അടുത്ത ആനേനെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇത്ര അടുത്ത ആനേനെ കണ്ടപ്പോൾ. അപ്പോൾ ഭഗവാനും ഭഗവതിയും കൂടെ ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. ഇനി 2 പേരും കൂടെ അമ്പലത്തിന് ചുറ്റും വലം വെച്ചിട്ട് ഭഗവാൻ ഭഗവതിയും കൂടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറും. അതോടുകൂടി തൃപ്പൂത്താറാട്ട് തരും. അപ്പം അതുപോലെ വെയിലാട്ടോ, ഭയങ്കര വെയിലായിരുന്നു. നമ്മൾ പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി ഒരു ചായയും ഉള്ളിവടയും കഴിച്ചു. അമ്മ ചായയും പഴംപൊരി ആട്ടോ കഴിച്ചത്. അവിടുന്ന് പോയി നമ്മുടെ ബാത്റൂമിൻ്റെ പണി നടക്കുമല്ലേ, അപ്പം അതിനാവശ്യമായിട്ട് കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയി. വന്നപ്പോഴത്തേക്ക് അമ്മയുടെ ഒരു ഫ്രണ്ട് ഇവിടെ അക്യൂരം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.